അസ്സലാമു അലൈക യാ നൂറസ്സബാ. ശ്രദ്ധിക്കട്ടോ. അപ്പൊ ആരപ്പ ഹദീസ് റിപ്പോർട്ട് ചെയ്യണ ഉസാമ റളിയല്ലാഹു അൻഹു. ആര മോന? സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദ് റളിയല്ലാഹു അൻഹു ആര മോന? ഹാരിസ് എന്നവരുടെ മകനാകുന്നു. പിന്നെ ഇനി മൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലയാകുന്നു. മൗല എന്ന വേർഡ് ഒരു സങ്കര വേർഡാണ്. അതിന് അടിമ എന്നും ഉടമ എന്നും അർത്ഥമുണ്ട്. അടിമ എന്നും അർത്ഥമുണ്ട്, ഉടമ എന്നും അർത്ഥമുണ്ട്. നമ്മളൊക്കെ ചൊല്ലില്ലേ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലായ എൻ്റെ യജമാനനായ റബ്ബേ. മൗല എന്ന് പറഞ്ഞ അടിമേ എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോചിപ്പിച്ച അടിമയായിരുന്നു ആര്? സെയ്ദ് റളിയല്ലാഹു അൻഹു. പിന്നെ സെയ്ദ് പോയില്ലാന്ന. അങ്ങനെ ആരിത് വന്നു, വീട്ടിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ദാർ. അപ്പൊ മുത്തുനബി തങ്ങൾ പറഞ്ഞു, സെയ്ദേ ഇത് നിന്റെ ഉപ്പ ആരിസാണ്, നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ്, നീ പോകുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോ ഉപ്പായുടെ മുഖത്തേക്കും മുത്തുനബി തങ്ങളെ മുഖത്തേക്കും നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ നിൽക്കണ്, അഥവാ അടിമയായിട്ട് ഇവിടെ തന്നെ തുടരുകയാണ്, ഇക്ക് സ്വതന്ത്രനായിട്ട് എന്റെ ഉപ്പാന്റെ കൂടെ പോകേണ്ടതില്ല. നിങ്ങളൊക്കെ പേരിലാണെങ്കിലോ നമ്മൾ സ്വന്തം ആലോചിച്ചാൽ മതി, ഒരാളോട് ഒരാളെ പറ്റി പറയണ്ട. നമ്മളൊക്കെ പെരയിൽ വന്നിട്ട് ഒരു പെട്ട ആളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വഴി കിട്ടുകയാണെങ്കിൽ എന്താണ് കാരണം ഉണ്ടാവുക? ആ കുട്ടിനെ കൊണ്ടുപോകുമെന്ന് ഞാൻ പോണില്ല, ഇവിടെ നിൽക്കണ കരയണത്. ഇവിടെ അടിമയായിട്ട് തുടർന്നോളം ഞാന്. അടിമക്ക് രാജാവിന്റെ സ്ഥാനാണ്, അതുകൊണ്ടാണ് ആ പറഞ്ഞത് അത്രയും സ്ഥാനം കൊടുത്താ വളർത്തിയത്. അപ്പൊ നമ്മളിപ്പോ ആരെങ്കിലൊക്കെ പണിക്കുളിച്ചാല് നിങ്ങളെ ഇടങ്ങാറാക്കാനൊന്നും പോലും നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം. മനസ്സിലാവുണ്ടാവും. ഓൽക്ക് പോലെ ഫ്രീഡം കൊടുക്കണ്ടേ അല്ലേ? മുതലാളി തൊഴിലാളി കൊപ്പി ചെയ്ത് കഞ്ഞി കുടിക്കുക, എന്താ എന്താ പ്രത്യേകത? എന്റെ പോകട്ട് പ്രശ്നം എന്താ? നമ്മളെ ഡൈനിങ് ഹാൾ ടേബിളൊക്കെ വിട്ടിട്ട് അവിടെ പോയി കുടിക്കുക, പാറ്റയും കൂടെ തിണ്ടും വെച്ചു കൊടുക്കുക. അല്ല, എല്ലാരും ഓരോരുത്തിരുന്ന് കുടിക്കുക, എല്ലാരും ഓരോരുത്തിരുന്ന് കുടിക്കുക. ഇതപ്പോ ഇത്ര പ്രത്യേകം എന്താ? അവരിങ്ങോട്ട് വിളിക്കണം, ഇവിടെ വന്നിരുന്നോ, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. അങ്ങനെ ഞാൻ ഒരുപാട് ആളെ കണ്ടിക്കണേ. സ്വന്തം വീട്ടിലെ പണിക്കാരുണ്ടോ, സ്ഥിരം പണിക്കാരനാണെങ്കിൽ ഓനുണ്ടോ, ഓൻ വണ്ടിയിലുണ്ടോ, എടുക്കും നമ്മൾ ഓണ്ടോ, അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടാവും. ഓരോരുത്തരും ഓരോ ആളുകളായിട്ട് ബന്ധം ഉണ്ടാവും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് മാതൃകയാണ് അത്. തന്റെ വീട്ടിൽ വന്ന അടിമക്കും ഒരു ഫുൾ സ്വാതന്ത്ര്യമുണ്ട് എന്നർത്ഥം. നമ്മളെ വീട്ടിൽ വിരുന്ന് വന്നോനും ജോലിക്ക് വന്നോനൊക്കെ ഓനോ എന്റേതായ ഫ്രീഡം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഇരിക്കട്ടെ. അവിടുത്തെ സ്നേഹിതന ഉസാമയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് വലിയ ഇഷ്ടമുള്ള ആളാണ്. വലിയ ഇഷ്ടമാണ്. അവര് പറയാ ഒരു സംഭവം പറയാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകള് സൈനബ ബീബി റളിയല്ലാഹു അൻഹ. സൈനബ ആരെ വിവാഹം ചെയ്തീന്ന്? ആയിക്കോട്ടെ, കുറെയാണ് പറയാണ്ട്, ഞാൻ കിടക്കണില്ല. പിന്നെ ആയിക്കോട്ടെ. പിന്നെ അപ്പോ സൈനബ ബി റളിയല്ലാഹു അൻഹയുടെ പിന്നെ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് അസുഖബാധിതയായപ്പോ സ്വാഭാവികമായി മക്കൾ എന്ത് ചെയ്യും? എന്റെ കുട്ടിക്ക് തീരെ ജപ്പാനോട് വരാൻ പറയുക. അങ്ങനെ ഉണ്ടായ സംഭവം പറഞ്ഞു കേട്ടോ. അർസലത്ത് ബിന്ദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകള് പറഞ്ഞയച്ചു, ഇന്നബിനി, എന്റെ കുട്ടിക്ക് അത് മരണാസന്ന രോഗത്തിലെത്തിയിട്ടുണ്ട്. മരണാസന്നമായ രോഗമാണ്, കുട്ടി മരിക്കാനായിക്കണേ. അതുകൊണ്ട് ഞങ്ങളരികിലേക്കൊന്ന് വരണമെന്ന് പറഞ്ഞയച്ചു.
ആ വിവരം വന്ന ഒരാൾ പറഞ്ഞു, ഇവിടുത്തെ മകള് സൈനബ് ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ട്, കുട്ടിക്ക് തീരെ വയ്യോലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിൽ ഇങ്ങനെ പറഞ്ഞയച്ചു. എന്താ പറഞ്ഞത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സലാം പറഞ്ഞയച്ചു. സൈനബിന്റെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടേ വയഖൂലു, എന്നിട്ട് ഇങ്ങനെ ഒരു വാക്കും പറയാൻ പറഞ്ഞു, ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അഅതാ വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. ഇതുകൊണ്ട് പറഞ്ഞയച്ചു. എന്താർന്നത്? ഇന്നലില്ലാഹി മാ അഖദ, അല്ലാഹുവിനുള്ളതാണ് അല്ലാഹു പിടിച്ചു കൊണ്ടുപോകുന്നത്, അല്ലാഹു ഉദ്ദേശിച്ച കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന്. ഇനി നമ്മള് ബേജാറായിട്ട് കാര്യമില്ല. വലഹു മാ അഅതാ, ഓനുള്ളതിനെ ഓൻ തന്നു. കുട്ടിനാരാകുന്നത്? പഠിച്ചോന്. കുട്ടനാരെ കൊണ്ടുപോണത്? പഠിച്ചോന്. അതിനിപ്പോ ഇത്ര വിഷയാക്കാനൊന്നുമില്ല. ഓരോന്നിനും കൃത്യമായ ഒരു അളവുണ്ട്, ആയുസ്സുണ്ട്. ഞാൻ എത്ര കാലം, എത്ര മണിക്കൂർ, എത്ര സെക്കൻഡ്, എത്ര മിനിറ്റ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പഠിച്ചോ കണക്കാക്കിയിട്ടുണ്ട്. അതിന്റെ അപ്പുറം ഒരു സെക്കൻഡും പോവില്ല. അപ്പൊ അതുകൊണ്ട് ബേജാറാവൊന്നും വേണ്ടെന്ന് പറഞ്ഞേക്കീന്ന് ട്ടോ. ഇനി ശ്രദ്ധിക്കട്ടെ, അതിന്റെ അവസാനം മറ്റൊരു ഭാഗം ഉണ്ട്, അത് പറയാനും കൂടിയാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് അവര് ക്ഷമിക്കട്ടെ, അവർ കൂലി പ്രതീക്ഷിക്കട്ടെ, പൊറുതികേടൊന്നും കാണിക്കാൻ പാടില്ല. കുട്ടിക്ക് മരണരോഗമാണ്, കുട്ടി മരിച്ചൂടായൊന്നുമില്ല. അപ്പോ ഈ വിവരാണ് ചെന്ന് പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? സത്യം ചെയ്തിട്ട് ഇപ്പൊ വന്നേ പറ്റുള്ളൂ, അള്ളാനെ വിചാരിച്ചൊന്ന് വരാൻ പറയുക. അത് അപാര സ്ഥലത്തിലേക്ക് മുത്തനബിയിലേക്ക് അവര് പറഞ്ഞയച്ചു. അവരുടെ മേലിൽ സത്യം ചെയ്തിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അരികിൽ വരിക തന്നെ വേണമെന്ന് പറഞ്ഞയച്ചു. അപ്പൊ പിന്നെ ഇനി നിർവാഹമില്ലല്ലോ. അപ്പൊ എന്നാ ഞാൻ പോയിട്ട് വരട്ടോ. അപ്പൊ പിന്നെ ഓരോരുത്തരൊപ്പം കൂടാൻ തുടങ്ങി. മുത്തനബി തങ്ങൾ എഴുന്നേറ്റു. മുത്തനബി തങ്ങളെ കൂടെ ഉണ്ടായിരുന്നു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നേരത്തെ പറഞ്ഞ സയ്യിദ് ഇബ്നു ഹാരിത്താണ്, ഇത് സയ്യിദ് ഇബ്നു സാബിത്ത. വിശുദ്ധ ഖുർആനൊക്കെ എഴുതാനും വഹ്യൊക്കെ എഴുതാൻ ഏൽപ്പിച്ച ആളാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. രണ്ടും രണ്ട് സയ്യിദ് ഉണ്ടോ? ഒരിജാലും എന്താ അങ്ങനെ പറഞ്ഞത്? ഒരു സംഘം പോകുമ്പോ ആരൊക്കെയോ വന്നീന്ന് ചോദിച്ചു. അത് റഷീദ് ഉസ്താദും ഷാവാസും മോമാലിയും വരും ആശും പിന്നെ കുറച്ച് ആളുണ്ടായിരുന്നു പറയും. നമ്മളൊക്കെ പ്രയോഗിക്കണം. ആ പ്രയോഗം തന്നെയാണ് ഇത്. ഈ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് വേറെയും ആളുകൾ ഉണ്ടായിരുന്നു. ഏതായാലും കുട്ടിക്ക് അസഹ്യമായ രോഗമായിട്ട് പോവാണല്ലോ, അപ്പാണ് പോവാറ്. അങ്ങനെ ചെന്നിട്ടോ മുത്തനബിയോട് ചെന്നിരുന്നപ്പോ കുട്ടിയെ അവരിലേക്ക് ഉയർത്തപ്പെട്ടവനെ കൊണ്ടുവന്നു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ മടിയിൽ അങ്ങോട്ട് ഇരുത്തിയാണ് കിടത്തി. മടിയില് അപ്പൊ കുട്ടിയുടെ ശരീരം ഇങ്ങനെ വറക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ 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 തെള്ളുന്നുണ്ട്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് തെള്ളുന്നുണ്ട്. ശ്വാസം വലിച്ചെടുക്കുന്നതിന്റെ ഒരു കാഠിന്യം അതിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയുടെ ഇങ്ങനെ വിറയിലാണ്ട് കണ്ടപ്പോ കണ്ണണ്ട് ഒലിച്ചു, അങ്ങോട്ട് കരഞ്ഞു. അപ്പൊ കൂട്ടത്തിൽ വന്ന് സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതൻ മാഹാദാ, എന്താണ് ഞങ്ങൾ ഈ കണ്ണൊലിക്കുണ്ടല്ലോ നിങ്ങളെ, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ അതായത് ഏത് ഘട്ടത്തിലാണ് ഈ പറയണത്? അറബ് രാജ്യത്തുണ്ടായിരുന്ന ഒരു സ്വഭാവമാണ്, മരിക്കണീന് മുമ്പേനെ പറയും ഇത് കരയാൻ ആളെ ഏൽപ്പിക്കണം കേട്ടോ. അറബി സ്വഭാവത്തിൽ എന്തുണ്ടായിരുന്നു അങ്ങനെ കരയാൻ ഏൽപ്പിക്കുക. അതിന് കരയാനായിട്ട് കുറച്ചുണ്ടാവും, പെണ്ണുങ്ങൾ ഉണ്ടാവും, ഓല് കരയാനായിട്ട് നടക്കുന്ന ആൾക്കാരാ. കരാറെടുത്ത് കരയാ, അത് വല്ലാത്ത കഴിവ് തന്നെ കേട്ടോ, ചെറിയ കഴിവ് എന്ന് പറയാൻ പറ്റൂല. കരയണ്ടേ, കരയണല്ലോ. അങ്ങനെ കുറെ ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. വെറുതെ കരയാ, ഒരാവശ്യമില്ലാത്ത കരയല്.
ചില ആൾക്കാരെ പണിയാണ്. ഓലെന്താവും എന്തെങ്കിലും കാര്യം പറഞ്ഞിലെടുക്കുക കരച്ചിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ആൾക്കാരെ കരച്ചിലേക്ക് സത്യമാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. കരഞ്ഞ് സ്ഥാപിക്കാൻ കഴിവുള്ള ആൾക്കാർ. ആ എന്താ മാഷ റസൂസാന നോക്കണേ? മൂപ്പര് കരയലുണ്ടോ? ഉണ്ടോ? കരയുണ്ടോ? ചെല്ലോ. കരയണം നല്ല കൽപ്പുള്ളവരട്ടോ. ഞാൻ കരയണീനെ മോശാക്കല്ല. കാര്യം നേടാൻ വേണ്ടിയുള്ള ഒരു കരച്ചില്. പെണ്ണുങ്ങളോട് വിരുന്നോട്ട് വെച്ച് ഞാൻ പോണ്ടാറ് അപ്പ കരയും. എന്തിനാണ് ഈ കരച്ചിലുണ്ടെന്താവും? പാവം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഒന്ന് പൊയ്ക്കോട്ടേച്ച് പറഞ്ഞേക്കാനാണ്. ആ കരച്ചിലിനെ പറ്റിയല്ല ഇപ്പൊ ഞാനീ പറഞ്ഞത്. ആ അപ്പൊ ഈ കുട്ടിയുടെ ഈ ഒരവസ്ഥ, ഒരു ചെറിയ പൈതലല്ലേ ഈ കിടന്ന് പടക്കണത്. അപ്പൊ എന്ത് ചെയ്തു? ഹൃദയത്തിലാണ് തട്ടി വല്ലാത്തൊരു സങ്കടം. ചില രോഗിനെ കാണാൻ പോയാൽ നമ്മൾ കരയും. കാരണം എന്തുകൊണ്ട്? അയാൾ ആ ശ്വാസം എടുക്കണമെന്നുണ്ട് എനിക്കതൊന്നും തീരെ കാണാൻ കഴിയില്ല. ഓഹ് സുബ്ഹാനല്ലാഹ്. ചില മനുഷ്യന്മാരെ ഇവിടെ ഒരു ഓട്ടോ വെച്ച് ഇവിടെ പൈപ്പിട്ട് ഇതിനുള്ളിൽ കുടിക്കുകയും മൂക്കിനൊന്നും പൈപ്പിട്ട് തീരെ കാണാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ റഹിമഹുല്ലാ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ദിവസേ ഞാൻ കാണാൻ പോയി. ഫസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൊടുന്ന പാടാണ്. അപ്പൊ മൂക്കിൽ പൈപ്പിട്ടിട്ടുണ്ട്, താഴെ പൈപ്പിട്ടിട്ടുണ്ട്. അതിന് ഓപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ കൊടുന്നേക്ക് എനിക്ക് പിന്നെ കരഞ്ഞിട്ട് അവിടെ നിൽക്കാൻ വയ്യ. എന്നോട് എന്താ ചോദിച്ചും ചെയ്തു. എനിക്ക് അതിനും മറുപടി ഇറങ്ങിയില്ല. ഞാൻ അപ്പൊ പോകുന്നോട് നിൽക്കാൻ കഴിയും. എന്റെ പിറ്റേന്ന് ഞാൻ പോയി. പിറ്റേന്ന് പോയ സംഗതി അവസ്ഥ അങ്ങനെയാണ്. പക്ഷെ എനിക്കാണ്ട് ഉൾക്കൊള്ളാൻ കഴിയണ്ടേ. നമുക്ക് രോഗികളൊക്കെ തള്ളിക്കൊള്ളണോ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ്. ഇപ്പൊ കുറച്ച് കാലമായിട്ടുള്ള പ്രത്യേകിച്ച് കേട്ടോ ഭയങ്കര വിഷമാണ്. അപ്പൊ ഈ ചില രോഗികളെ കാണുമ്പോഴാണെങ്കിൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പൊന്നു പൈതലിനെ കണ്ട് എടുത്തു കൊടുത്തിട്ട് കൊടുന്നപ്പോ ഇങ്ങനെ വറക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ശ്വാസം എടുക്കണുണ്ട് കേട്ടോ. അപ്പൊ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണങ്ങോട്ട് വലിച്ചു. ഫഖാല സഅദ് റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് മാ ഹാദാ, എന്താ ഞങ്ങൾ ഈ കാണുന്നത്? നിങ്ങൾ കരയേൻ. ഫഖാല മുത്തനബി തങ്ങൾ പറഞ്ഞു ഹാദിഹി റഹ്മത്തുൻ, ഇതൊരു സ്നേഹമാകുന്നു. ജഅലല്ലാഹു തആല ഫീ ഖുലൂബി ഇബാദിഹി, അല്ലാഹു അവന്റെ അടിമകളുടെ ഹൃദയത്തിൽ വെച്ച് കൊടുക്കുന്നതാണ്. ഒരു കൃപ, ഒരു കൃപ. അങ്ങനെയാണല്ലോ ചില ആൾക്കാരൊരു കോഴിനെ പോലും അറക്കൂല. കോഴിനെ അറക്കണ കാണൂല. അതൊക്കെ ആ ഒരു അങ്ങേയറ്റത്തൊരു ലാളിത്യം കൊണ്ടാണ്. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് നബ്ബറല്ലാഹു മർക്കസ് സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഞാനൊരു ദിവസം കാണാൻ ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും സംസാരിക്കുമല്ലോ, അവർക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ലായിരുന്നല്ലോ സംസാരിക്കണേ. അപ്പൊ എന്നോട് പറഞ്ഞു ഞാനേ അപ്പൊ ഇങ്ങനെ കുറെ സാധനം ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവര് സ്വീകരണം തന്നതാണ്. ഇത് ഞാൻ അവിടെ വെക്കാൻ, ആ പേരിൽ വെക്കാൻ സ്ഥലമില്ലേ, ഇതൊക്കെ എവിടെ വെക്കാം? ഇങ്ങനെ തന്നെയാണ് ആൾക്കാര്. ഇനിയിപ്പൊ എന്നെ ദുബായിക്ക് ചെല്ലാമെന്ന്. ഞാനാണെങ്കിലോ കൽബ് കട്ടില്ലാത്തൊരു മനുഷ്യനാണ്. എനിക്ക് കപ്പലിൽ തന്നെ പോകാൻ പറ്റില്ല ഹജ്ജിന്. ഞാൻ നീട്ടല്ലേ വിമാനം കയറി. ഇന്നെ കൂടെ വിമാനമൊന്നും കയറാൻ കഴിച്ചു. ഓല് വിളിച്ചിട്ടുണ്ട് പോർ. ഞാനിപ്പോ അത് അന്വേഷിക്കാൻ ചെന്നതോ ഒന്നുമല്ല. ഞാനൊരു ഫസ്കുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചക്ക് വേണ്ടിയിട്ട്, ഒരു മസല ചർച്ചക്ക് വേണ്ടിയിട്ട് പോയതാണ്. അപ്പൊ ആ ലാളിത്യം കൊണ്ട് നമ്മോട് പറയാം വിമാനം കയറാൻ കഴിയൂല. വിമാനം കയറാൻ എല്ലാവർക്കും കഴിയൂലല്ലേ മാഷേ, പൊന്തിട്ടൊരു ഇറങ്ങലുണ്ട്. അപ്പൊ കൽബിന്റെ ഉള്ളിൽ കൂടി തീയുണ്ടാവുള്ളൂ, ആളാത്തവരൊന്നും ഉണ്ടാവൂല. അതൊരു സംഭവമാണ്. അപ്പൊ അതൊരു കുറച്ച് പേടിപ്പെടുത്തുന്ന വിഷയം തന്നെയാണ്. അപ്പോ ഈ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു നോർമൽ, വളരെ ഒരു ബലഹീനമായ അന്തരീക്ഷം കണ്ട് വരും. അത് അല്ലാഹു അവന്റെ പ്രത്യേകമായ ആളുകളുടെ മനസ്സിലിട്ട് കൊടുക്കുള്ളൂ. എന്തെങ്കിലും കാണുമ്പോൾ ഒരു സഹതാപം എന്ന് പറയും നമ്മള്. റഹ്മത്തിന്റെ നേരെ അർത്ഥം പറഞ്ഞ അങ്ങനെ സഹതാപം, ഒരു പാവം തോന്നുക നമുക്ക്. അതുകൊണ്ടാണ് അപ്പൊ ഈ കുട്ടി മരിക്കൂച്ചിട്ടല്ല, രോഗിയായിട്ടല്ല, അപ്പുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെയാണ്. അവന്റെ അടിമകന്ന് ഉദ്ദേശിച്ചവരെ കൽപ്പിലിട്ട് കൊടുക്കും. അള്ളാഹു അവന്റെ അടിമകളിൽ നിന്ന് കാരുണ്യം കാണിക്കണവരോടെ കാരുണ്യം കാണിക്കുള്ളൂ. നമ്മൾ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുമ്പോഴേ അള്ളാഹു നമ്മോട് കാരുണ്യം കാണിക്കുകയുള്ളൂ. ഇങ്ങനെ പെടയുന്നുണ്ട്, ഇങ്ങനെ വിറവർക്കുന്നുണ്ട്, ശക്തമായി ഇങ്ങനെ തെല്ലാറില്ല നമ്മള്, ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. തക്കാക്കവന് വൈബ്രേഷൻ. അതെ, ഇനിയിപ്പോ ഇംഗ്ലീഷ് അറിയില്ലാച്ചിട്ടാണ്.
അള്ളാഹു നമുക്കൊക്കെ ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ആ സമയത്ത് ക്ഷമ ഉണ്ടെങ്കിലും ഇപ്പോൾ ബന്ധപ്പെട്ടവരൊക്കെ മരിച്ചാൽ കണ്ണുനീര് വരും, അതിനൊന്നും വിഷമമില്ല. ഏത് പാടില്ല എന്നുള്ളൂ, പൊട്ടിക്കരയാനേ പാടില്ല എന്നുള്ളൂ. പൊട്ടിക്കരയാ പൊട്ടിച്ചിർച്ച ഇതൊക്കെ പൈശാചികമായ അന്തരീക്ഷമാണ്, ഒന്നും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാല്ലാ കുറച്ച് പിക്കുവാരെ സമയം കുറച്ച് വഴുകും അല്ലേ? ആയിക്കോട്ടെ. ഇനി ഒരു വലിയ ഹദീസാ പറയാനുള്ളത്. ഇൻഷാല്ലാ വലിയൊരു സംഭവമാണ്. ഇൻഷാല്ലാ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.